കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധികൾ നേരിടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗൾഫുകാരന്റെ ഭാര്യയല്ലേ? ക്ഷമയും സഹനവും ജീവിതമന്ത്രമായി കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ ഇവര് ജീവിതത്തിൽ പതറിപ്പോകുമെന്നതായ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മോഹങ്ങളും കിനാക്കളും പണയം വെച്ച് ഗൾഫുകാരൻ മരുഭൂമിയിലെ വിയർപ്പ് ചാലാകുമ്പോ തന്റെ പ്രിയതമനെ കാത്ത നാളുകൾ എണ്ണിക്കഴിയുന്നതായ ഭാര്യമാർ അവരുടെ ആദി ആരും അറിയാതെ പോകുന്നു. എല്ലാവരും അവളെ കുറ്റം പറയുകയാണ്. അവളിപ്പോ പഴയതുപോലെ ഒന്നുമല്ല, വലിയ പവറാണ് എന്ന ആക്ഷേപത്തിന്റെ സ്വരം മുഴക്കുന്നവരില്ലേ? അസൂയയോടെ മാത്രം കണ്ട് കുറ്റം പറയാൻ വിഷയം തേടി നടക്കുന്നതായ ആളുകളില്ലേ? അവരൊന്നും അവളുടെ മനസ്സ് കാണുന്നില്ല, ആ മനസ്സിലെ നൊമ്പരങ്ങൾ കാണുന്നില്ല, ആ മനസ്സിലെ പ്രാർത്ഥനകൾ അറിയുന്നില്ല. അവരും മനുഷ്യരാണ്, വിചാരങ്ങളും വികാരങ്ങളുമുള്ള മനുഷ്യര്, സ്വപ്നങ്ങളും മോഹങ്ങളും കൊണ്ട് നടക്കുന്നതായ സാധാരണ മനുഷ്യര് കുറ്റാരോപണങ്ങൾ നടത്തുമ്പോ അവരുടെ കുടുംബജീവിതമാണ് തകർന്നു പോകുന്നത് എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതാ. കുടുംബജീവിതം തകർക്കുന്നതായ ആളുകൾ നരകത്തിലാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടവളാണ് ഗൾഫുകാരന്റെ ഭാര്യ. 4 മാസത്തിലധികം ഒരു സ്ത്രീക്ക് വികാരം നിയന്ത്രിക്കാനാവുകയില്ല. അതുകൊണ്ട് അവളെ പെട്ടെന്ന് വലയിലാക്കാമെന്ന് വിചാരിക്കുന്നതായ ആളുകൾ സമൂഹത്തിലില്ലേ? അതിനാൽ പെട്ടെന്ന് അവരെ വലയിൽ വീഴ്ത്താൻ ഇത് അടിസ്ഥാനരഹിതമാണ്. 4 മാസമല്ല, വേണ്ടി വന്നാൽ 40 വർഷം വരെ അവർക്ക് നിൽക്കാൻ കഴിയും. ഭർത്താക്കളില്ലാത്തവരും വിധവകളുമായ എത്രയോ സ്ത്രീകൾ നമ്മുടെ നാടുകളിൽ ജീവിക്കുന്നില്ലേ? അത് ഉദാഹരണമല്ലേ? സാഹചര്യം അനുകൂലമായാൽ തെറ്റിലേക്ക് പോകുന്നതായ എത്രയോ ആളുകളുണ്ട്. മനസ്സിന്റെ വിശുദ്ധിയാണ് പ്രധാനം. എല്ലാം അല്ലാഹു കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെന്ന വിചാരം മനസ്സിൽ നിറച്ചതായ ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ആ വിചാരം മാറുമ്പോഴാണ് പിശാച് മനസ്സിൽ കുടിയേറുകയാണ്. വ്യഭിചാര സമയത്ത് മനസ്സിൽ നിന്ന് ഈമാൻ മാറിപ്പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം